അമേരിക്കൻ പൗരത്വ ഇമിഗ്രേഷൻ സേവനങ്ങൾ പുതിയ നയപരമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് തിരിച്ചറിയൽ രേഖകളുടെ പരിശോധന കർശനമാക്കാൻ ലക്ഷ്യമിടുന്നതാണ്. ഇമിഗ്രേഷൻ രേഖകൾക്ക് ഉപയോഗിക്കാവുന്ന ഫോട്ടോകളുടെ പഴക്കം സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾക്ക് ഇത് കൂടുതൽ ശക്തമാകുന്നുണ്ട്. ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കാനും അമേരിക്കൻ ഇമിഗ്രേഷൻ സംവിധാനത്തിലെ വ്യാജ തിരിച്ചറിയൽ തടയാനുമുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. പുതിയ നിയമങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരും. ഇതിനനുസരിച്ച് അപേക്ഷകർ പുതിയ ഇമിഗ്രേഷൻ ഫോം സമർപ്പിക്കുന്നതിന് മുമ്പ് 36 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോകൾ മാത്രമേ വീണ്ടും ഉപയോഗിക്കാൻ USCIS അനുവദിക്കുകയുള്ളൂ. ഈ ഫോട്ടോകൾ ബയോമെട്രിക് സേവന കാഴ്ചയുടെ സമയത്തോ അല്ലെങ്കിൽ അംഗീകൃതമായ മറ്റേതെങ്കിലും രീതിയിലൂടെയോ എടുത്തതായിരിക്കണം. ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ മിക്കവാറും എല്ലാത്തരം ഇമിഗ്രേഷൻ അപേക്ഷകൾക്കും ബാധകമാണ്. എന്നിരുന്നാലും ചില പ്രത്യേക വിഭാഗങ്ങളിൽ എപ്പോഴും പുതിയ ഫോട്ടോ തന്നെ ആവശ്യമായി വരും. കൂടാതെ അപേക്ഷകർ സ്വയം സമർപ്പിക്കുന്ന ഫോട്ടോകൾ സ്വീകരിക്കുന്നത് USCIS പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി മുതൽ സുരക്ഷിതമായ ഇമിഗ്രേഷൻ രേഖകൾക്ക് വേണ്ടി USCIS നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ അംഗീകൃത പങ്കാളികളോ എടുത്ത ഫോട്ടോകൾ മാത്രമേ ഉപയോഗിക്കൂ. ഫോട്ടോകളുടെ കൃത്യത ഉറപ്പാക്കുന്നത് രേഖകളുടെ ദുരുപയോഗം തടയാൻ അത്യാവശ്യമാണെന്ന് USCIS പറയുന്നു. ഈ രീതിയിലൂടെ ഓരോ ഫോട്ടോയും പുതിയതും കൃത്യവും വിശ്വസനീയവുമാണെന്ന് ഉറപ്പാക്കാൻ കഴിയുമെന്നും ഇത് വ്യാജന്മാരെ തിരിച്ചറിയുന്നതിന് പ്രധാനമാണെന്നും ഏജൻസി കൂട്ടിച്ചേർത്തു. ഈ നയം COVID-19 മഹാമാരിയുടെ സമയത്ത് കൊണ്ടുവന്ന താൽക്കാലിക ഇളവുകളിൽ നിന്ന് ഒരു വ്യക്തമായ മാറ്റം വരുത്തുന്നുണ്ട്. അന്ന് അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പിക്കൽ കേന്ദ്രങ്ങളിൽ നേരിട്ടുള്ള സന്ദർശനങ്ങൾ കുറയ്ക്കുന്നതിനായി മുമ്പെടുത്ത ഫോട്ടോകൾ വീണ്ടും ഉപയോഗിക്കാൻ USCIS അനുവദിച്ചിരുന്നു. ആ കാലയളവിൽ അപേക്ഷകന്റെ രൂപഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫോട്ടോകൾക്ക് വളരെ ദൈർഘ്യമേറിയ കാലയളവിലേക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു. USCISന്റെ നയപരമായ മുന്നറിയിപ്പ് അനുസരിച്ച് മഹാമാരി കാലത്തെ ഈ രീതികൾ വിദേശ പൗരന്മാരുടെ തിരിച്ചറിയൽ ശരിയായി പരിശോധിക്കാനും അവരെ സ്ക്രീൻ ചെയ്യാനുമുള്ള ഏജൻസിയുടെ കഴിവ് ദുർബലപ്പെടുത്തി. ചില സന്ദർഭങ്ങളിൽ രേഖകളുടെ കാലാവധി കഴിയുമ്പോഴേക്കും ഫോട്ടോകൾക്ക് 22 വർഷം വരെ പഴക്കമുണ്ടായിരുന്നതായി ഏജൻസി ചൂണ്ടിക്കാട്ടി. COVID-19 ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഔദ്യോഗികമായി അവസാനിച്ചതിന് ശേഷം സെപ്റ്റംബർ 2024 മുതൽ USCIS ഇതിനകം തന്നെ നിയമങ്ങൾ കർശനമാക്കാൻ തുടങ്ങിയിരുന്നു. മിക്ക അപേക്ഷകർക്കും ഫോട്ടോകൾ വീണ്ടും ഉപയോഗിക്കാനുള്ള പരമാവധി സമയം 10 വർഷമായി പരിമിതപ്പെടുത്തി. പ്രായം കുറഞ്ഞ വ്യക്തികൾക്ക് ഇതിലും കുറഞ്ഞ സമയപരിധിയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ 3 വർഷത്തെ മാനദണ്ഡം കൊണ്ടുവരികയും ഫോട്ടോയുടെ പഴക്കം കണക്കാക്കുമ്പോൾ രേഖകളുടെ സാധുത കാലയളവ് പരിഗണിക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. 3 വർഷത്തെ കാലയളവിനുള്ളിൽ പോലും സാഹചര്യങ്ങൾ ആവശ്യമാണെങ്കിൽ പുതിയ ഫോട്ടോകൾ ആവശ്യപ്പെടാനുള്ള വിവേചനാധികാരം തങ്ങൾക്കുണ്ടെന്നും USCIS വ്യക്തമാക്കി. അതുകൊണ്ട് ഫോട്ടോ വീണ്ടും ഉപയോഗിക്കുന്നത് ഇനി ഓട്ടോമാറ്റിക് ആയിരിക്കില്ല. ചില ഉയർന്ന പ്രാധാന്യമുള്ള ഇമിഗ്രേഷൻ അപേക്ഷകർക്ക് അവസാനമായി ഫോട്ടോ എടുത്തത് എപ്പോഴാണെന്ന് പരിഗണിക്കാതെ തന്നെ പുതിയ ബയോമെട്രിക് ആവശ്യമായി വരും. ഇതിൽ ഫോം I-90, ഫോം I-485, ഫോം N-400, ഫോം N-600 എന്നിവ ഉൾപ്പെടുന്നു. ഈ ഫോമുകൾക്ക് USCIS പുതിയ ബയോമെട്രിക് ശേഖരിക്കും. അതിൽ പുതിയ ഫോട്ടോയും ഉൾപ്പെടുന്നുണ്ട്. പുതുക്കിയ ഫോട്ടോ നയം അമേരിക്കൻ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ നേരിട്ടുള്ള സേവനങ്ങളും ബയോമെട്രിക് ശേഖരണവും മഹാമാരിക്ക് മുമ്പുള്ള നിലയിലേക്ക് തിരിച്ചെത്തുന്നതിനനുസരിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ പ്രതിഫലനമാണ്.